ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കാൽവരിയിലേക്കുള്ള ഈശോയുടെ യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു അത്ഭുതമാണ് തൻ്റെ മുഖത്തിൻ്റെ ചിത്രം വരയ്ക്കുന്ന ഈശോ. കാൽവരിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് തൻ്റെ മുഖത്തിൻ്റെ ചിത്രം വരയ്ക്കുന്ന ഈശോ. എന്താണ് മുഖത്തിൻ്റെ ചിത്രം വരയ്ക്കുന്ന ഈശോ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ഈശോ കുരിശും ചുമന്ന് ഇതാ ഗാഗുൽത്തായുടെ വിരിമാറിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന വെറോനിക്ക കർത്താവിൻ്റെ തിരുമുഖം ഒരു തുവാല കൊണ്ട് തുടയ്ക്കുകയാണ്. സംഭവിച്ച അത്ഭുതം ഇതാണ്: ഈശോയുടെ മുഖചിത്രം ആ തുവാലയിൽ പതിയപ്പെട്ടു. ഈശോയുടെ മുഖചിത്രം ആ തുവാലയിൽ പതിയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വളരെ ആത്മീയമായൊരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം വ്യക്തമാണ്. കേവലം ഒരു തുണിക്കഷ്ണത്തിൽ മാത്രമായിട്ടാണോ ഈശോ തൻ്റെ തിരുമുഖം പതിപ്പിച്ചത്? തീർച്ചയായിട്ടും അല്ല. അതിലുമുപരിയായി ആ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം പതിഞ്ഞത് വെറോനിക്കായുടെ ഹൃദയമാകുന്ന തുവാലയിലായിരുന്നു. വെറോനിക്കായുടെ ഹൃദയമാകുന്ന തുവാലയിലായിരുന്നു. ഹൃദയമാകുന്ന തുവാലയിലാണ് അത് പതിഞ്ഞത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കും സാധ്യമാണ് ഇതേ തിരുമുഖ ഛായാചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന തൂവാലയിൽ പതിപ്പിക്കുക എന്നുള്ളത്. ഇതെങ്ങനെ സാധിക്കും? നമ്മുടെ ഹൃദയമാകുന്ന തൂവാലയിൽ എങ്ങനെ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം പതിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, അതിന് നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിക്കാം. എന്തെല്ലാം ഛായക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈശോ ഛായാചിത്രം വരച്ചത്? വളരെ സ്വാഭാവികമായ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ചിത്രം വരയ്ക്കാൻ കുറേ കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്, വരയ്ക്കുന്ന ഒരു വ്യക്തി, കലാകാരൻ, ചിത്രകാരൻ തീർച്ചയായിട്ടും വേണം. രണ്ടാമത്, വരയ്ക്കാനൊരു പ്രതലം വേണം. മൂന്നാമത്, കയ്യിലൊരു ബ്രഷ് വേണം. നാലാമത്, ഛായക്കൂട്ടുകൾ ആവശ്യമാണ്. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഛായാചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, വരയ്ക്കാനുള്ള വ്യക്തി റെഡിയാണ്, ചിത്രകാരൻ റെഡിയാണ്. അത് മറ്റാരുമല്ല, ക്രിസ്തു എന്ന ചിത്രകാരൻ. ക്രിസ്തു എന്ന ചിത്രകാരൻ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം പതിപ്പിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുന്നു. ഇനി പതിയാനുള്ള ഇടം അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. വരയ്ക്കപ്പെടാനുള്ള പ്രതലം അത് നമ്മുടെ ഹൃദയമാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സ് അല്ലെങ്കിൽ ഹൃദയമാകുന്ന തുവാലയാണ് ആ പ്രതലമായി ക്രിസ്തു ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈശോ വരച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്ന ബ്രഷ് അത് തീർച്ചയായിട്ടും ഈശോയുടെ കൈവശമുണ്ട്. ഇനി അത് കുരിശെന്ന് പറയുന്ന ബ്രഷായിട്ട് നമുക്കതിനെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്ന ബ്രഷായിട്ട് നമുക്കതിനെ സങ്കല്പിക്കാം. അടുത്തത് ഛായക്കൂട്ട്. ഛായക്കൂട്ടുകൾ നമ്മൾ സ്വന്തമാക്കുക. നമ്മൾ ഛായക്കൂട്ട് സ്വന്തമാക്കുകയാണെങ്കിൽ ഹൃദയമാകുന്ന തുവാലയെ വിരിച്ചു പിടിച്ച് അത് ചിത്രം വരയ്ക്കാവുന്ന വിധത്തിൽ പാകപ്പെടുത്തി വെക്കുകയാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈശോയാകുന്ന ചിത്രകാരൻ തൻ്റെ കുരിശാകുന്ന സഹനമാകുന്ന ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ ഹൃദയമാകുന്ന വെൺ തുവാലയിൽ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം വരച്ചു തരും. ഹൃദയമാകുന്ന തുവാല തയ്യാറാണ്. ഈശോ എന്ന് പറയുന്ന ചിത്രകാരനും തയ്യാറാണ്. ഇനി നമുക്ക് ഛായക്കൂട്ടുകളാണ് ആവശ്യം. അത് നമ്മൾ സംഘടിപ്പിക്കണം. എങ്ങനെയാണ് ഈ ഛായക്കൂട്ട് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുക? അല്ലെങ്കിൽ എന്താണ് ഈ ഛായക്കൂട്ട് കൊണ്ട് അർത്ഥമാക്കപ്പെടുക? നമുക്ക് ചിന്തിക്കാം. ഈശോ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം വെറോനിക്കായുടെ സ്നേഹത്തുവാലയിൽ പതിപ്പിക്കാൻ ഉപയോഗിച്ച ഛായക്കൂട്ടുകൾ എന്തൊക്കെയായിരുന്നു? ആ ഛായക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയുക, അതിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ ഛായക്കൂട്ട് ഉപയോഗിച്ചാണ് ഈശോ ആ ചിത്രം വരയ്ക്കാനായിട്ട് തയ്യാറാവുന്നത്? ഒന്നാമതായി, ഈശോയുടെ മുഖത്തുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്നാമതായി, ഇതാ പടയാളികളുടെ തുപ്പൽ. റോമൻ പടയാളികൾ ഈശോയുടെ തിരുമുഖത്ത് കാർക്കിച്ചു തുപ്പിയിരുന്നു. നിന്ദിക്കുകയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ക്രൂരമാം വിധത്തിൽ ഈശോയുടെ മുഖത്ത് മുഴുവൻ അവർ കാർക്കിച്ചു തുപ്പിയിരുന്നു. ആ തുപ്പൽ
ഉണങ്ങിപ്പിടിച്ച അവസ്ഥയിൽ ഇതാ ഈശോയുടെ മുഖത്ത് ധാരാളമായി കിടപ്പുണ്ട്. നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ അറപ്പും വെറുപ്പും ഉളവാകുന്ന വിധത്തിൽ അപമാനകരമായ കാര്യമാണ് ഈശോയുടെ മുഖത്ത് കിടക്കുന്ന ഈ പടയാളികളുടെ തുപ്പൽ. രണ്ടാമതായി ഈശോയുടെ മുഖത്തുണ്ടായിരുന്നത് ചോരയാണ്. ശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോര, മുഖത്തു നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോര. ഇതാ ഈശോയുടെ ശിരസിൽ ആഴ്ന്നിറക്കപ്പെട്ട മുൾക്കിരീടത്തിനിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന ചുടുചോര. ഇതുപോലെ ശിരസിലും മുഖത്തും ക്രൂരമാം വിധത്തിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട അവസ്ഥയിൽ, പിച്ചു ചീന്തപ്പെട്ട അവസ്ഥയിൽ മുഖത്തുടനീളം, മുഖത്തു നിന്നും അതുപോലെ ശിരസിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോര കൊണ്ട് ഈശോയുടെ മുഖം മൊത്തം ആവൃതമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചായക്കൂട്ട് അതാണ്, ഈശോയുടെ മുഖത്തും നിറഞ്ഞു നിൽക്കുന്ന ശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോര. മൂന്നാമതായി കണ്ണുനീരും വിയർപ്പും. ഈശോയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ഒഴുകിയിറങ്ങിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീര് കൂടിക്കലർന്ന അവസ്ഥയിലാണ് രക്തം പിടിച്ച് ഇരുന്നിരുന്നത്. ഇതുപോലെ തന്നെ മുഖത്ത് ധാരാളം വിയർപ്പും, ആ പൊരി വെയിലത്ത് നടന്നു നീങ്ങുന്ന അവസ്ഥയിൽ ഒത്തിരി വിയർപ്പും ഈശോയുടെ മുഖത്തുണ്ടായിരുന്നു. നാലാമതായി കാൽവരിയിലെ പൊടി പടലങ്ങൾ. ഈശോ നടന്നു നീങ്ങുന്ന സമയത്ത് അവിടെ മണ്ണിൽ നിന്നും ഉയർത്തപ്പെടുന്ന പൊടി പടലങ്ങൾ, മുഖം ഈർപ്പം നിറഞ്ഞ അവസ്ഥയിലായിരുന്നത് കൊണ്ട് തന്നെ ഉയർത്തപ്പെടുന്ന പൊടിപടലങ്ങളെല്ലാം ഈശോയുടെ മുഖത്ത് ആ ഉണങ്ങിപ്പിടിച്ച ചോരയിലും കണ്ണുനീരിലും വിയർപ്പിലുമൊക്കെ കൂടിക്കുഴഞ്ഞ അവസ്ഥയിൽ ഈശോയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതെല്ലാമാണ് ആ സമയത്ത് ഈശോയുടെ മുഖത്തുണ്ടായിരുന്നത്. പടയാളികളുടെ തുപ്പൽ, ശിരസിൽ നിന്നും മുഖത്തു നിന്നും ഒഴുകിയിറങ്ങിയ ചോര, കണ്ണുനീരും വിയർപ്പും, കാൽവരിയിലെ പൊടിപടലങ്ങൾ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഈശോയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈശോ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ തൂവാലയിൽ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം പതിച്ചത്. ഈ 4 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, ഈ 4 ചായക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈശോ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം ആ സ്നേഹത്തൂവാലയിൽ പതിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതേ 4 ചായക്കൂട്ടുകളാണ് നമ്മളും ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാക്കേണ്ടത്. ഈ 4 ചായക്കൂട്ടുകൾ നമ്മൾ സ്വന്തമാക്കിയാൽ ഈശോ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം നമ്മുടെ ഹൃദയമാകുന്ന തൂവാലയിൽ വരച്ചു ചേർക്കും. അത് മനോഹരമായ രീതിയിൽ ഈശോയ്ക്ക് ആ ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ ഈ 4 ചായക്കൂട്ടുകൾ സ്വന്തമാക്കാൻ പറ്റും? ഓരോന്നായി നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തേത് പടയാളികളുടെ തുപ്പൽ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അപമാനത്തിൻ്റെ, അവഹേളനത്തിൻ്റെ തുപ്പലൊപ്പാൻ നമ്മൾ സ്നേഹത്തിൻ്റെ തൂവാല ഉപയോഗിക്കുമ്പോൾ തിരിച്ചറിയുക, ഇതാ ഈ ഒന്നാമത്തെ ചായക്കൂട്ടാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുപ്പൽ, ഒരാളുടെ മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാതെയാണെങ്കിൽ പോലും തുപ്പൽ ഒരാളുടെ മുഖത്ത് തെറിക്കുമ്പോൾ, നമ്മുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി ഉറക്കെ സംസാരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാ വായിൽ തുപ്പൽ തെറിച്ചു, നമ്മുടെ മുഖത്ത് പതിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ നമുക്കുണ്ടാക്കും. ഇനി മനഃപൂർവ്വം ഒരാൾ നമ്മുടെ മുഖത്ത് തുപ്പിയാൽ അത് അങ്ങേയറ്റം അപമാനം, അവഹേളനമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുക. ഒരാളുടെ മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ മുഖത്ത് തുപ്പുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപമാനകരമായ കാര്യമായി, ഏറ്റവും വലിയ അവഹേളനപരമായ കാര്യമായി നമ്മളതിനെ കണക്കാക്കുകയാണ്. ഒരു വ്യക്തിയുടെ മുഴുവൻ വെറുപ്പും ദേഷ്യവും ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മളോടുള്ള തികഞ്ഞ അവജ്ഞയൊക്കെയാണ് ഒരാൾ മറ്റൊരാളുടെ മുഖത്ത് തുപ്പുമ്പോൾ ആ വ്യക്തിക്ക് അനുഭവപ്പെടുക. അപ്പം നമ്മുടെ മുഖത്ത് ഒരാൾ തുപ്പുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടുള്ള വെറുപ്പും ദേഷ്യവും അവജ്ഞയും, അല്ലെങ്കിൽ അപമാനിക്കാനും അവഹേളിക്കാനുമുള്ള മനുഷ്യൻ്റെ ത്വരയുമൊക്കെയാണ് നമുക്ക് അനുഭവവേദ്യമാകുക. അതാണ് തുപ്പൽ ഒരാളുടെ മുഖത്ത് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതീകാത്മകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊരു അപമാനകരമായ, അവഹേളനാപരമായ ഒരു കാര്യമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇതാ ഈശോയുടെ മുഖത്തുള്ള തുപ്പൽ ഈശോയെ അപമാനിക്കാനും അവഹേളിക്കാനും വേണ്ടി പടയാളികൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യത്തെ സ്വന്തമാക്കുക എന്ന് ചോദിച്ചാൽ, ഒരുപാട് ജീവിതങ്ങൾ അപമാനത്തിലൂടെ, അവഹേളനത്തിലൂടെ, നിന്ദനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. അത്തരം ജീവിതങ്ങളെ സഹായിക്കാനായിട്ട് നമ്മളൊന്ന് തയ്യാറായി നോക്കിയേ. ഒന്ന് ആശ്വസിപ്പിക്കാൻ, തോറ്റുപോയവരെ ആശ്വസിപ്പിക്കാൻ, പരാജയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാൻ,
കഴിവുകേടുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, ബലഹീനരായവരെ ആശ്വസിപ്പിക്കുവാൻ, കുറവുകളുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മളൊന്ന് തയ്യാറായി നോക്കി. അപ്പോഴിതാ ഈ അപമാനത്തിൻ്റെ തുപ്പൽ, അവർ അനുഭവിക്കുന്ന അപമാനത്തിൻ്റെ, അവഹേളനത്തിൻ്റെ തുപ്പലൊപ്പാൻ നമ്മൾ നമ്മുടെ സ്നേഹത്തിൻ്റെ തുവാല ഉപയോഗിക്കുകയാണ്. അതിലൂടെ ഈ ചായക്കൂട്ട് നമുക്ക് സ്വന്തമാവുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഓർക്കുക, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം SSLC +2 പരീക്ഷാ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, റിസൾട്ട് വരുമ്പോൾ, കേരളത്തിൽ എല്ലാ വർഷവും SSLC റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ +2 റിസൾട്ട് വരുമ്പോൾ കുറേ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം തോറ്റുപോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ പോയതിൻ്റെ പേരിൽ ഇതാ കുറേ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, പരാജയം ജീവിതത്തിൻ്റെ അവസാനമാണ് എന്നുള്ള ചിന്തയാണ് ജീവിതത്തെ അവസാനിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇതിന് കുറേയൊക്കെ മാതാപിതാക്കളും അല്ലെങ്കിൽ സമൂഹവും അധ്യാപകരുമൊക്കെ ഉത്തരവാദികളാണ്. കുറേയൊക്കെ അതിൻ്റെ കാരണം പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന ചിന്ത, തെറ്റായ ചിന്ത പലരുടെയും മനസ്സിൽ ഉരുണ്ടുകൂടിയതിൻ്റെ കാരണം സമൂഹത്തിൻ്റെ അതിശക്തമായ സമ്മർദ്ദമാണ്. വിജയിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന്, അല്ലെങ്കിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ വിലയുള്ളൂ എന്നുള്ള തെറ്റായ ഒരു അറിവ്, ധാരണ എങ്ങനെയൊക്കെയോ നമ്മുടെ മനസ്സിൽ, സമൂഹത്തിൽ നിന്ന് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ പല വിദ്യാർത്ഥികൾക്കും ഫുൾ A+ വാങ്ങാനുള്ള ബുദ്ധിയോ കഴിവോ ഒന്നും ഉണ്ടാകണമെന്നില്ല. ആ കഴിവില്ലാത്തവരെയും നിർബന്ധ ബുദ്ധിയോടെ എല്ലാറ്റിലും A+ മേടിക്കാൻ, എല്ലാറ്റിലും ഉന്നത വിജയം നേടാൻ, ക്ലാസ്സിൽ ഫസ്റ്റാക്കി മാറ്റുവാൻ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുമ്പോൾ, അത് നേടിയില്ല എങ്കിൽ അതെന്തോ വലിയ ഒരു തകർച്ചയായി, ജീവിതത്തിൻ്റെ തന്നെ അവസാനമായി അത്തരത്തിലുള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ രൂപപ്പെടുമ്പോൾ, എന്ന് വെച്ചാൽ അനാരോഗ്യകരമായ ഒരു മത്സരം ഈ പഠനത്തിൻ്റെ മേഖലയിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവസാനം സംഭവിക്കുന്നത് ദുരന്തത്തിലാണ്. തീർച്ചയായിട്ടും നമുക്കുള്ള കഴിവ് ഉപയോഗിച്ച്, ഉള്ള സമയം ഉപയോഗിച്ച്, ഉള്ള ആരോഗ്യം ഉപയോഗിച്ച് തീക്ഷ്ണമായിട്ട് അധ്വാനിക്കണം, കഠിനമായ രീതിയിൽ പഠിക്കണം, അധ്വാനിക്കണം, ഇതൊക്കെ ശരി തന്നെ. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ തോറ്റുപോവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തോറ്റുപോവുകയാണ് എങ്കിൽ, മക്കൾ തോറ്റുപോവുകയാണ് എങ്കിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനാണ് സാധിക്കേണ്ടത്. കാരണം അവരുടെ ഒരുപാട് പരിശ്രമങ്ങൾ ഇതാ പാഴായിപ്പോയി എന്നുള്ള ഒരു ചിന്തയിലും അനുഭവത്തിലുമാണ് അവർ ആയിരിക്കുന്നത്. ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയോ പരാതി പറയുകയോ പരിഭവം പറയുകയോ അല്ല. സാരമില്ല, നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ അധ്വാനിച്ചില്ലേ, നീ കഷ്ടപ്പെട്ടില്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് ഇനിയും കൂടുതൽ പറ്റുന്ന പോലെ അടുത്ത പഠനങ്ങൾക്ക്, ഉപരിപഠനത്തിന് പോകുമ്പോൾ പറ്റുന്ന പോലെ അധ്വാനിക്കുക, പറ്റുന്ന പോലെ കഷ്ടപ്പെടുക, എന്നിട്ട് സാധിക്കുന്ന മാർക്ക് മേടിച്ചെടുക്കുക. അതല്ലാതെ ഇത് അവസാനമായി എന്നൊന്നും വിചാരിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് സാധിച്ചാൽ എത്രയോ വിലപ്പെട്ട ജീവൻ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. പലപ്പോഴും ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന വിധത്തിൽ, പരാജയം ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന ചിന്തയിൽ കഴിയുന്ന എത്രയോ വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഏറ്റവും വലിയ പരാജിതനായി ജീവിതം പ്രത്യക്ഷത്തിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ പരാജിതനായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ് കാൽവരിയിൽ കുരിശിൽ തൂക്കപ്പെട്ട ക്രിസ്തു. അദ്ദേഹം ഇതാ 33 വർഷത്തെ കൊച്ചു ജീവിതം, അതിൻ്റെ അവസാനം ദാരുണമായ ഒരു അന്ത്യം. പ്രത്യക്ഷത്തിൽ ഏറ്റവും വലിയൊരു പരാജയമായിരുന്നു കുരിശിലെ യേശു. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഏറ്റവും വലിയ പരാജയമായിരുന്നു. ശരിയാണ്, ഈശോ പരാജിതനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ പരാജയം ഏറ്റുവാങ്ങിയത്? എന്നെയും നിങ്ങളെയും വിജയിപ്പിക്കാൻ വേണ്ടി, ലോകം മുഴുവനെയും വിജയിപ്പിക്കാൻ വേണ്ടി ഈശോ സ്വയം തോറ്റുകൊടുത്തു. സ്വയം തോറ്റ് നമ്മളെ വിജയിപ്പിച്ച ക്രിസ്തു, സ്വയം മരണത്തിന് വിധേയനായി നമ്മളെ ഉത്ഥാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, നമുക്ക് ജീവൻ നൽകുന്ന ക്രിസ്തു. അപ്പോൾ പല തോൽവികളും മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാര്യയുടെ മുൻപിൽ തോറ്റുകൊടുക്കുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ മുൻപിൽ വിധേയപ്പെടുന്ന ഭാര്യ, മാതാപിതാക്കൾക്ക് മുൻപിൽ പരാജയം സമ്മതിക്കുന്ന മക്കൾ, ഇതൊക്കെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം, വലിയ സത്യം ഇതാണ്. ഇതാ സ്വയം തോറ്റുകൊടുത്ത് മറ്റുള്ളവരെ വിജയിപ്പിക്കാനായിട്ടും. പ്രിയപ്പെട്ടവരെ, ഒരു ഒളിമ്പിക്സ്, ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തപ്പെട്ട ഒരു ഒളിമ്പിക്സ്, അതിനെക്കുറിച്ച് ഒരുപക്ഷെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വാർത്തകളിൽ ധാരാളം വായിച്ചിട്ടുണ്ടാകും, ഒരുപക്ഷെ TV-യിൽ നേരിട്ട് കണ്ടിട്ടുള്ളവരും ഉണ്ടാകാം. 10 കുഞ്ഞുങ്ങൾ ഇതാ 100 മീറ്റർ ഓട്ട മത്സരത്തിന് വെടിയൊച്ച മുഴങ്ങുന്നതും കാതോർത്ത് നിൽക്കുകയാണ്.
ആ കുഞ്ഞുങ്ങൾക്ക് പ്രകൃത്യ ചില വൈകല്യങ്ങൾ, എന്ന് വെച്ചാൽ ബുദ്ധിപരമായ വൈകല്യങ്ങൾ, കുറവുകൾ ആ കുട്ടികൾക്കുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ മന്ദബുദ്ധികളായ കുട്ടികളാണ്. വെടിവെച്ച് മുഴങ്ങി 10 പേരും ഇതാ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു ചാടി ഓടുകയാണ് ഒന്നാമതെത്താൻ. എന്നാൽ അതിനിടയിൽ എപ്പോഴോ ഒരു കുഞ്ഞ് സ്വന്തം കാലിൽ തട്ടി അവിടെ വീണു. പുറകിലാക്കപ്പെട്ടു പോയതിൻ്റെ പേരിലും അതുപോലെ തന്നെ വീണുപോയതിൻ്റെ പേരിലും വേദനയിലും അവനവിടെ കിടന്ന് ഉറക്ക നിലവിളിച്ചു. അവൻ്റെ നിലവിളി ശബ്ദം മുന്നിലോടുന്ന ബാക്കി 9 പേരുടെയും ചെവിയിൽ പതിച്ചു. അതിലിതാ ഏറ്റവും മുൻപിൽ ഓടിയിരുന്നവൻ പെട്ടെന്ന് ഓട്ടം നിർത്തി. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇതാ ഒരുത്തൻ അവിടെ കിടക്കുന്നു. ഏതോ വിദ്യാലയത്തിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി കടന്നു വന്ന, തന്നോടൊപ്പം മത്സരിക്കുന്ന, വിജയത്തിന് വേണ്ടി മത്സരിക്കുന്ന ഏതോ ഒരു കുഞ്ഞ് ഇത് അവിടെ കിടക്കുന്നു. അവൻ തൻ്റെ ഓട്ടം നിർത്തി. അവൻ നേരെ പുറകിലേക്ക് ആ കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. അവനോടൊപ്പം ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഓട്ടം നിർത്തി. ആ 9 കുഞ്ഞുങ്ങളും ഒരുമിച്ച് വീണ് കിടക്കുന്ന 10ാമൻ്റെ അരികിലേക്ക് തിരിച്ചോടുകയാണ്. കാണികളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇത് ഒളിമ്പിക് മത്സരവേദിയാണ്. ഒന്നാമത് ഓടിയെത്തുന്നവനാണ് സമ്മാനം കിട്ടേണ്ടത്. പക്ഷേ ഇതാ 9 പേരും തിരിച്ചോടിയിരിക്കുന്നു. അവർ 9 പേരും തിരിച്ചോടി വീണ് കിടക്കുന്നവൻ്റെ അരികിലെത്തി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇടതും വലതുമായ കരങ്ങളിൽ ചേർത്ത് പിടിച്ചു. അവർ 10 പേരും ഒരുമിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് ഒരുമിച്ച് ഫിനിഷിംഗ് ലൈൻ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഒരുമിച്ച് ഫിനിഷിംഗ് ലൈൻ കടക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കാണികൾ ഒരിക്കൽ പോലും ഒരു ഒളിമ്പിക്സ് വേദിയിലും ഇതുപോലൊരു കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാണികൾ, ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല, ഒരുപക്ഷെ TV-യുടെ മുൻപിൽ ഇരുന്ന് കാണുന്നവരുൾപ്പെടെ സകലരും അറിയാതെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. കണ്ണുകൾ പലരുടെയും നിറഞ്ഞിരുന്നു. കാരണം ഇതുപോലൊരു കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ബുദ്ധിമാന്ദ്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ മന്ദബുദ്ധികളെന്ന് ലോകം വിളിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വലിയൊരു പാഠം, പരാജിതൻ്റെ നിലവിളിക്ക് കാതോർക്കാനുള്ള അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത. സ്വയം തോറ്റുകൊടുത്താലും കൂട്ടുകാരനെ വിജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹം. അവർ ആരും തോറ്റില്ല. അവരെല്ലാവരും ഒരുമിച്ച് വിജയിക്കുകയാണ്. ഇതാ മനുഷ്യ മനസ്സുകളിൽ അവർ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരാജിതൻ്റെ ദുഃഖവും വേദനയും, തോറ്റുപോയവൻ്റെ ദുഃഖവും വേദനയും തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അമിതമായ മാനസിക സംഘർഷം, സമ്മർദ്ദം, അത് ലഘൂകരിക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്, കുടുംബാംഗങ്ങൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്, അധ്യാപകർക്കുണ്ട്. നന്നായി പഠിക്കേണ്ടതും അധ്വാനിക്കേണ്ടതും ഉന്നത വിജയം നേടേണ്ടതും നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ ജീവിതം അതോടെ അവസാനിച്ചു എന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ അവരെയും ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുക. അപമാനത്തിൻ്റെ തുപ്പലൊപ്പാൻ സ്നേഹത്തിൻ്റെ തുവാല ഉപയോഗിക്കുക. അപമാനത്തിൻ്റെ തുപ്പലൊപ്പാൻ സ്നേഹത്തിൻ്റെ തുവാല ഉപയോഗിക്കുക. ഏതെങ്കിലും കാരണത്തിൽ ഇടറിപ്പോയ വ്യക്തികളുണ്ട്, പതറിപ്പോയ വ്യക്തികളുണ്ട്. ഒരുപക്ഷെ തെറ്റായ ഒരു പ്രേമബന്ധത്തിൽ കുരുങ്ങി, പിന്നീട് തെറ്റാണെന്ന് അറിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ സ്വയം തിരിച്ചു വരാൻ തയ്യാറായിട്ടും, അനുദപിച്ച് തിരിച്ചു വരാൻ തയ്യാറായിട്ടും കൂടെ ആ വ്യക്തിയെ, സ്വന്തം മകനാകാം, മകളാകാം, അല്ലെങ്കിൽ ആങ്ങളെയാകാം, പെങ്ങളാകാം, ഇത് ആ വ്യക്തിയെ കൂടെ ഇതും പറഞ്ഞ് മുറിപ്പെടുത്തുന്ന അനുഭവം. ഒന്ന് ഇടറിപ്പോയി, ഒന്ന് പതറിപ്പോയി, കാര്യം തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെയും കൂടെ ഇത് പറഞ്ഞ് മുറിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ അപമാനത്തെ, ആ വ്യക്തിയുടെ അപമാനത്തെ വർദ്ധിമാനമാക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് സാരമില്ല, ഒരുപാട് വീണിട്ടല്ലേ നമ്മൾ നടക്കാൻ പഠിച്ചത്, ഒരു കുഞ്ഞ് ഒരുപാട് വീണിട്ടല്ലേ നടക്കാൻ പഠിച്ചത്, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയില്ല എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും ഇനി ഒരിക്കലും ആ തെറ്റിൻ്റെ വഴിയിലേക്ക് പോകരുത് എന്ന് സ്നേഹത്തോടെ ഉപദേശിക്കാനും സാധിച്ചാൽ ആ ജീവിതങ്ങളെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പതറിയ ജീവിതങ്ങൾ, ഇടറിയ ജീവിതങ്ങൾ, വീണുപോയ ജീവിതങ്ങൾ, പരാജയപ്പെട്ട ജീവിതങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ അപമാനത്തിൽ ആയിരിക്കുന്ന ജീവിതങ്ങളിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ തുവാല ഉപയോഗിച്ച് അത് ഒപ്പിയെടുക്കാൻ സാധിച്ചാൽ, ആശ്വസിപ്പിക്കാൻ സാധിച്ചാൽ, ഇതാ ഒന്നാമത്തെ ചായക്കൂട്ടിനെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചായക്കൂട്ട്, ഈശോയുടെ ശിരസിൽ നിന്നും മുഖത്തു നിന്നും ഒലിച്ചിറങ്ങിയ ചോര. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ, അതല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ മൂലം കഷ്ടപ്പെടുന്നവർ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകാം വൃദ്ധരായ മാതാപിതാക്കൾ, കിടന്ന കിടപ്പിലാണ് വർഷങ്ങളായി, എങ്ങനെയെങ്കിലും ഒന്ന് ചത്തു കിട്ടിയാൽ മതി എന്നായിരിക്കാം മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും ഒക്കെ ആഗ്രഹിക്കുന്നത്. കാരണം വലിയ പ്രയാസമാണ് ഈ അവസ്ഥയിൽ നോക്കാനായിട്ട്. ഓർക്ക് പ്രിയപ്പെട്ടവരെ, വയസ്സാകുക എന്നുള്ളതും രോഗം വരാമെന്നുള്ളതും ഒക്കെ
സ്വാഭാവികമായ കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊക്കെ ഇത് സംഭവിക്കാനുള്ളതാണ്. രോഗം വരിക എന്നുള്ളതും പ്രായമാവുക എന്നുള്ളതും ഇതൊക്കെ നമുക്ക് സംഭവിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കൂടെ സ്നേഹത്തോടെ നാളെ ഞാനും കടന്നു പോകേണ്ട വേദനയാണല്ലോ എന്ന ചിന്തയോടെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും ഉള്ളൊരു വലിയ മനസ്സ് നമ്മൾ കാണിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയ അത്ഭുതം, ഒന്നാമത് ദൈവത്തിൻ്റെ തിരുമുഖത്തിൻ്റെ, ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം ഹൃദയമാകുന്ന തൂവാലയിൽ പതിപ്പിക്കാനുള്ള ആ ഛായക്കൂട്ടിനെ നമ്മൾ സ്വന്തമാക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സാധിക്കുന്നിടത്തോളം രോഗികളായ മക്കളെ ഒന്ന് സന്ദർശിക്കാനും ആശ്വസിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിലൊക്കെ ഒന്ന് സഹായിക്കാനും തയ്യാറാവുക. ഇത് രണ്ടാമത്തെ ഛായക്കൂട്ടിനെ നമ്മൾ സ്വന്തമാക്കുകയാണ്. മൂന്നാമതായി കണ്ണുനീരും വിയർപ്പും. ഈശോയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരും അതുപോലെ മുഖത്തുള്ള വിയർപ്പും. ഈ ഛായക്കൂട്ട് നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? അധ്വാന ഭാരത്താൽ ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാനൊന്ന് തയ്യാറാവുക. സ്വന്തം കുടുംബത്തിൽ തന്നെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ അടുക്കളയിലും വീട്ടിലും കിടന്ന് അധ്വാനിക്കുന്ന പാവം കുടുംബനാഥ, സ്വന്തം അമ്മ അല്ലെങ്കിൽ ഭാര്യ, പ്രിയപ്പെട്ടവരെ, സാധിക്കുന്ന വിധത്തിലൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് കരം നീട്ടിയാൽ, സാധിക്കുന്ന വിധത്തിലൊന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും, ഒരു ഭക്ഷണം പാകം ചെയ്ത് ഭാര്യ വിളമ്പുമ്പോൾ നന്നായിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ള എനർജി ആയിരിക്കും അത്. അല്ലെങ്കിൽ അമ്മ വിളമ്പുന്ന ഭക്ഷണം ഇന്ന് വളരെ ടേസ്റ്റി ആണല്ലോ അമ്മേ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള വലിയ ഊർജ്ജമായിരിക്കും അത്. ഇങ്ങനെ നല്ല വാക്കുകളിലൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചാൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, കീഴുദ്യോഗസ്ഥരാകാം, ആരും ആയിക്കൊള്ളട്ടെ, അഭിനന്ദനത്തിൻ്റെ നല്ല വാക്കുകൾ പറയാൻ, ചോര നീരാക്കി അധ്വാനിക്കുന്ന എത്രയോ പേര്, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ പേരുണ്ട്. സാധിക്കുന്ന വിധത്തിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു കൈയൊന്ന് സഹായമായിട്ട് കടന്നു ചെല്ലാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാമത്തെ ഛായക്കൂട്ടാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. കരയുന്ന കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റാൻ ഒന്ന് തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാമത്തെ ഛായക്കൂട്ട് സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും മനുഷ്യർ ആഗ്രഹിക്കുന്നത് ആശ്വാസത്തിൻ്റെ നല്ല വാക്കുകളും ഒരു കുഞ്ഞു പുഞ്ചിരിയും ഒക്കെയാണ്. ഒരിക്കൽ ഞാൻ ശമാശനായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ കച്ചവടപരമായൊരു ആവശ്യത്തിന് വേണ്ടി വന്നു. വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കൈവശം കുറേ കശുവണ്ടി പരിപ്പ് ഇങ്ങനെ പാക്കറ്റുകളിലാക്കി, ഓരോ കിലോ അല്ല 1/2 കിലോയുടെ പാക്കറ്റുകളിലാക്കി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അച്ഛാ, ഇതൊന്ന് വാങ്ങിക്കാവോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ അച്ഛനല്ല, ബ്രദറാണ്. എങ്കിൽ എന്നോട് അദ്ദേഹം അച്ഛനാണെന്ന് കരുതിയിട്ട്, അച്ഛാ ഇതിൽ കുറച്ച് കശുവണ്ടി ഒരു 2-3 കിലോ ഒന്ന് മേടിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ പലതും കരിഞ്ഞാണ് ഇരിക്കുന്നത്, പോരാത്തിന് നുറുങ്ങി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ. കണ്ടപ്പോൾ ഒരു നല്ല കശുവണ്ടി ആയിട്ട് അതെനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഞങ്ങൾക്ക് അല്ലാതെ തന്നെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദയവായി ഒന്ന് മേടിക്കണം അച്ഛാ, കാരണം ഇത് ഞാനും എൻ്റെ മക്കളും കൂടെ ചുട്ടെടുത്ത് കൈകൊണ്ട് തല്ലി, അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പൊന്നും ഇല്ലാത്തത്, ദയവായിട്ട് അച്ഛനൊന്ന് മേടിക്കണം. ഞാൻ അപ്പോഴും അത്ര എനിക്ക് താല്പര്യം തോന്നിയില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാനൊരു ക്യാൻസർ രോഗിയാണ്, തൊണ്ടയിലാണ് എനിക്ക് ക്യാൻസർ, എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, വെറുതെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാൻ മനസ്സ് അനുവദിക്കുന്നില്ല, ഉള്ള ആരോഗ്യം വെച്ച് ചെയ്യാവുന്ന ഏക ജോലി ഇത് മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, അധികം നാളെ എനിക്ക് ജീവിതവും ഇല്ല, അച്ഛനിതൊന്ന് വാങ്ങിയാൽ അത്രയും ഉപകാരം എൻ്റെ വീടിനാകും, എനിക്ക് ഫ്രീ ആയിട്ട് അച്ഛന് 1 രൂപ പോലും തരണ്ട, ഇതൊന്ന് മേടിച്ചാൽ മതി, ഇതിൻ്റെ വില 250 രൂപയാണ്, അച്ഛന് പറ്റുമെങ്കിൽ അത് തരിക, പറ്റില്ലെങ്കിൽ അച്ഛന് പറ്റുമെന്ന് തരിക, അത്രയെങ്കിലും ആവുമല്ലോ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. ഏതായാലും ഒരു 3-4 പാക്കറ്റ് മേടിച്ചു, ഉണ്ടായിരുന്ന പൈസ അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ല അച്ഛാ, കഴിക്കാൻ പറ്റത്തുമില്ല. ഞാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറ്റില്ലേ? വെള്ളം കുടിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഫുഡ് കൊണ്ടുപോയി ആ മനുഷ്യന് ചായയും ബ്രെഡും കൊടുത്തു. അപ്പോൾ വേറൊന്നും കഴിക്കാൻ നിവൃത്തിയില്ല, കാരണം തൊണ്ടയിലാണ് ക്യാൻസർ. ആ ബ്രെഡ് ചായയിൽ മുക്കി ഒരുപാട് സമയമെടുത്ത്, ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് അദ്ദേഹത്തിന് 2 കഷ്ണം ബ്രെഡ് ചായയിൽ മുക്കി ഒന്ന് ഇറക്കാൻ സാധിക്കും. അത്രയും വേദനയാണ് തൊണ്ടയ്ക്കകം മുഴുവൻ. സംസാരിക്കുമ്പോൾ പോലും നാവുകളൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം ആ മനുഷ്യൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇനി കശുവണ്ടി വിൽക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോരെ, ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇനി വരാനുള്ള സാധ്യതയില്ല അച്ഛാ, ഇവിടെ തന്നെ ഇപ്പം തന്നെ എത്താൻ പെട്ട പാട് എനിക്കേ അറിയത്തുള്ളൂ, മിക്കവാറും ഇനിയൊരു വരവ് ഉണ്ടാകാൻ വഴിയില്ല, കാരണം 4ാം സ്റ്റേജ് വരെ എൻ്റെ അസുഖം എത്തിക്കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന്. എങ്കിലും അദ്ദേഹം ഏറെ കണ്ണ് നിറഞ്ഞുകൊണ്ട് എൻ്റെ മുൻപിൽ കൈ കൂപ്പിയ ആ രംഗം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകാം, മിക്കവാറും അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കൈകൂപ്പിയത് ഞാൻ അദ്ദേഹത്തിന് പണം കൊടുത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വസ്തു വാങ്ങിയത് കൊണ്ടോ പണം കൊടുത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് ഇരുന്നപ്പോൾ, അദ്ദേഹത്തെ വെറുതെ ഒന്ന് ആശ്വസിപ്പിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട്
ഒരുപാട് ആശ്വാസം ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. സ്നേഹത്തോടെ ഒരു വാക്ക്, സ്നേഹത്തോടെ ഒരു നോട്ടം, അത് നമുക്ക് സാധിച്ചാൽ അതിലൂടെ ഇതാ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം ഹൃദയത്തിൽ പതിപ്പിക്കാനുള്ള മൂന്നാമത്തെ ചായക്കൂട്ട് നമ്മൾ സ്വന്തമാക്കുകയാണ്. ഈ ചായക്കൂട്ടുകളെ സ്വന്തമാക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം പതിപ്പിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.